ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, വലിയ ആഴ്ചയിലെ വലിയ ശനിയാഴ്ച നമ്മൾ വിളിക്കും ദുഃഖ ശനിയാഴ്ചയെന്ന്. ശനിയാഴ്ചകളൊക്കെ മാതാവിൻ്റെ ദിവസമായി തീർന്നത് എങ്ങനെയെന്നല്ലേ? വെള്ളിയാഴ്ച പുത്രൻ തമ്പുരാൻ്റെ സഹനത്തിൻ്റെ ദിവസമാണെങ്കിൽ ശനിയാഴ്ച മാതാവിൻ്റെ ദുഃഖ ഓർമ്മകളുടെ ദിവസമാണ്. മകനെ കാണാതെ അമ്മയിരുന്ന ഒരു ദിവസം, ഈശോയെ കാണാതെ പരിശുദ്ധ മറിയം ഇരുന്നൊരു ദിവസം. ദുഃഖ ശനിയാഴ്ചയുടെ ഓർമ്മ ഇതാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവത്തെ കാണാതെ പോകുന്നതാണ്. ഈശോ ഇല്ലാതെ ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈശോ ഇല്ലാതെ വയ്ക്കുന്ന ഓരോ മിനിറ്റും വലിയ അന്ധകാരത്തിൻ്റെയും വലിയ വേദനയുടേതുമായിരിക്കും. ഈശോയുടെ അമ്മ മാതാവിൻ്റെ 7 ദുഃഖങ്ങൾ നമുക്ക് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാനിരിക്കുന്നത്. ആ അമ്മ ഒരു ദുഃഖ സാഗരമായിട്ട് മാറുക. വലിയ ശാന്തസമുദ്രം എന്നൊക്കെ പറയൂലേ, ഒരു വലിയ ശാന്തസമുദ്രത്തിൻ്റെ പേരാണ് പരിശുദ്ധമ്മ. ഒരുപാട് ആഴങ്ങളുള്ള സ്വർഗത്തിന് ദൈവത്തിന് പര്യായമായിട്ട് ആകാശം തീർന്നാൽ മാതാവിന് പര്യായമായിട്ട് കടൽ തീരുകയാണ്. ആകാശവും കടലും ഒരു ആഴവും പരപ്പുമുള്ള അമ്മ അനുഭവം, നൊമ്പരങ്ങളുടെ അനുഭവം അമ്മയുടെ ജീവിതം മുഴുവൻ. 7 ദുഃഖങ്ങൾ. 1, ശിമയോൻ പറയുന്ന, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും, നിൻ്റെ കുഞ്ഞ് ഒരു വിവാദ വിഷയമായി മാറും. ഒട്ടും സുഖകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കുന്ന ഒരമ്മയും മോനും. അമ്മ മനസ്സിലെ 1ാമത്തെ ദുഃഖം. മാനവ കുലം ഇന്ന് വരെ പേറുന്ന ഏറ്റവും വലിയ ദുഃഖം ഈ അമ്മയും മോനും തമ്മിലുള്ള ബന്ധത്തിലെ ദുഃഖമാണ്. മക്കൾ മരിച്ച അമ്മമാരും മക്കളെപ്പറ്റി ദുഃഖിക്കുന്ന അമ്മമാരുമൊക്കെ ഒരുപക്ഷെ, അല്ലെ മക്കളെങ്ങ് എത്താത്തതിന് വലിയ സങ്കടപ്പെടുന്ന അമ്മമാരുമൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ സങ്കടങ്ങളിലെ 1ാമത്തെ സങ്കടം ഇത് തന്നെയാണ്. 2, ഈ കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടി വരുന്ന അമ്മയുടെ ഒരു ദുഃഖമുണ്ട്. ഈജിപ്റ്റ് ഒരു വല്ലാത്ത ദുരന്ത ഭൂമിയാണ്. ജീവിതത്തിൽ ദുരന്തങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന അമ്മമാർ ജീവിതങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. 3ാമത് ഈശോയെ കാണാതെ പോകുന്നു 12ാം വയസ്സിൽ. ഏറ്റവും വലിയ ദുരന്തമല്ലേ? തൻ്റെ ഏകജാതി, അതും പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞതാണ് ഇത് ദൈവകുമാരനാണെന്ന്. തൻ്റെ ഒരു അശ്രദ്ധ ഇവിടെ വന്നുപോയോ? ചങ്കുപൊട്ടില്ലേ? ഒറ്റക്കുഞ്ഞ്, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരമ്മയുടെ ദുഃഖം 12ാം വയസ്സിൽ. വീണ്ടും ഇതാ കൊച്ച് വളർന്നു. അവസാനം 33ാം വീട് വിട്ടിറങ്ങിയ ഈശോ 33ാം വയസ്സിൽ കുരിശിലേക്ക് പോകുന്നു, ക്രൂശിലേറാൻ പോകുന്നു എന്നുള്ള കേൾക്കുന്ന ഒരമ്മ. ഭ്രാന്ത് പിടിപ്പിക്കത്തില്ലേ? പരിശുദ്ധമ്മയ്ക്ക് എന്തേ ഭ്രാന്ത് പിടിക്കാഞ്ഞതെന്ന് ന്യായമായിട്ടൊരു ധ്യാനം ഈ ദിവസം ഉള്ളത് നല്ലതാണ്. കുരിശിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അമ്മയും മകനും കണ്ടുമുട്ടുന്നത് പറയുന്നുണ്ട്. ചരിത്രമൊക്കെ പറയുന്നത് നമ്മളത് ഈശോയുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റിലൊക്കെ മാതാവ് ബോധം കെട്ട് വീണെന്നാണ് പറയുന്നത്. ഈശോയെ കണ്ട മാത്രയിൽ മാതാവ് ബോധം കെട്ട്, കുരിശുമായിട്ട്. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല, ചോര വാർന്നൊഴുകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ തൻ്റെ മകനെ അടിച്ച് വലിച്ച് ഇതാ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്ന അമ്മ. വീണ്ടും അടുത്ത ദുഃഖം, കുരിശിൽ കിടന്ന് പിടയുന്ന മകനെ. അവിടെ കിടന്ന അമ്മ എന്നും മോനെന്നുമൊക്കെ പറയുന്ന ഈശോയുടെ ദുഃഖം ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? ഒരുപക്ഷെ ഒരു ദൈവ ദുഃഖമൊക്കെ ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദുഃഖത്തിൻ്റെ ഒരു വ്യാഖ്യാനം. വീണ്ടും ഇതാ അതിലും കടന്ന ഒരവസ്ഥ. അമ്മയുടെ മടിയിലേക്ക് രക്തം വാർന്നൊഴുകിയ പൊന്നുമോനെ മടിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പിയാത്ത, മൈക്കലാഞ്ചലോ പിയാത്ത വരച്ചതിന് ചരിത്രം കേട്ടിട്ടുണ്ടാവും. ചെറുപ്രായത്തിൽ മരിച്ചുപോയ അമ്മയുടെ മടിയിലേക്ക് ഒരു 33 വയസ്സുകാരൻ മൈക്കലാഞ്ചലോ കിടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അദ്ദേഹം കൊത്തിവെച്ചതാണ് പിയാത്ത.
മൈക്കലാഞ്ചലോ പറയുന്നൊരു വ്യാഖ്യാനമുണ്ട്, ഈശോയ്ക്ക് ജന്മം കൊടുത്ത മറിയത്തിന് പിന്നീട് പ്രായം കൂടിയിട്ടില്ല. അവൾക്കെന്നും പ്രായം 14 അല്ലെ 17. ഒരു 14 വയസ്സുകാരിയുടെ മടിയിലേക്ക് ഒരു 33 വയസ്സുകാരനെ കിടത്തിയിരിക്കുന്ന തിരുസ്വരൂപമാണ് പിയാത്ര രൂപം. അമ്മയുടെ ചങ്ക് പൊട്ടിയ, ഒരുപക്ഷെ മകൻ്റെ ചോരയല്ല, അമ്മയുടെ ചോര വാർന്നൊഴുകിയ ഒരു നിമിഷമായിരുന്നില്ല ആ ദുഃഖം. അവസാനത്തെ കാഴ്ച ഒരമ്മയും ഒരിക്കലും കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്വന്തം കുഞ്ഞിനെ ഒരു കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്ന മകൻ്റെ സംസ്കാരം കാണാൻ ഒരമ്മമാരും കാണല്ലേ എന്ന എൻ്റെ പ്രാർത്ഥന. ഇതുപോലെ ചങ്ക് പൊട്ടുന്ന വേറെ എന്ത് കാഴ്ചയാണ്? ദൈവം കാരുണ്യവാനായതുകൊണ്ട് ആ വേദനയുടെ ആഴങ്ങളൊക്കെ ദൈവം സ്വയമായിട്ട് ഏറ്റെടുക്കുന്ന ഒരനുഭവം. ഈ ദുഃഖങ്ങളുടെ ഒരു ദിവസമായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദുഃഖത്തിൻ്റെ ദിവസത്തിനപ്പുറത്ത് ഇത് പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ്. ദുഃഖങ്ങളൊക്കെ പ്രാർത്ഥനയായി മാറണമെന്ന്, ദുഃഖങ്ങളൊക്കെ പുതിയ ദർശനമായി മാറണമെന്ന്, അമ്മ കടന്നുപോയ സങ്കടങ്ങളൊക്കെ സ്വർഗത്തിലെ തൻ്റെ പുത്രനിതാ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന ഒരു കാഴ്ച കാണുന്ന ഒരമ്മയുടെ ഒരു അനുഭവത്തെ പറ്റി ധ്യാനിക്കാൻ പറ്റുമോ? ദുഃഖങ്ങൾ പ്രാർത്ഥനകളാകണം, പ്രാർത്ഥനകൾ ദർശനങ്ങളാകണം. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രാർത്ഥനകളാകും, നിങ്ങളുടെ പ്രാർത്ഥനകളും ദർശനങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുമായി മാറും. ഓ ദൈവമേ, ഈ ദിവസം ഞങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാനൊന്നുമില്ല. കർത്താവെ, ഞങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. ഇന്ന് കുർബാനയില്ലായിരുന്നു. കർത്താവെ, കൈകൂപ്പി നിൽക്കുന്നു. സ്വർഗത്തെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം തുറക്കണമേ. ദൈവമേ, ഈ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മമാരുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധം നടക്കുന്ന ഇടങ്ങളുടെ മേൽ അമ്മേ മാതാവേ, ഒന്ന് നടക്കാമോ? അതിലെ അമ്മയൊന്ന് നടന്നാൽ, അമ്മയുടെ നീലക്കാപ്പ സ്പർശിച്ചാൽ ആ ദേശത്ത് സമാധാനമുണ്ടാകും. അമ്മേ മാതാവേ, ദുഃഖങ്ങളുടെ തമ്പുരാട്ടി നീ, അനുഗ്രഹങ്ങളുടെ തമ്പുരാട്ടിയാണല്ലോ, നീ അഭിഷേകത്തിൻ്റെ തമ്പുരാട്ടിയാണല്ലോ. ഈ മക്കളുടെ മേൽ അഭിഷേകം അയക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈ രാത്രിയിൽ ഈസ്റ്ററിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഉദ്ധിതനെ കണ്ടുമുട്ടാൻ, അവൻ്റെ പ്രകാശം സ്വീകരിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ